ബേബി ഗേൾ ഡയറക്റ്റഡ് ബൈ അരുൺ വർമ്മ. നിവിൻ പോളിയാണ് നായകനായിട്ട് വന്നതെങ്കിലും നിവിൻ പോളി ഒരു ക്യാമിയോ അപ്പിയറൻസ് പോലെ ആയി മാറിയ ഒരു സിനിമ. ഈ സിനിമ ഒരു ത്രില്ലർ എന്ന ലെവലിൽ വന്നെങ്കിലും ത്രില്ലിംഗ് എലമെന്റ്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായി പോയി എന്ന് പറയുന്ന ഒരു ഇതായി മാറി ഈ സിനിമ അവസാനം വന്നിട്ട്. സംഗീത് പ്രതാപ്, ലിജോ മോൾ, അഭിമന്യു, ഷമ്മി തിലകൻ, ജാഫർ ഇടുക്കി, അസീസ് നെടുമങ്ങാട്, അങ്ങനെ ഒട്ടനവധി സ്റ്റാർസാണ് ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുള്ളത്. സിനിമ മൊത്തത്തിൽ പറഞ്ഞ ഒരു ആവറേജ്, ബിലോ ആവറേജ് രീതിയിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ട് മാത്രമാണ് എനിക്ക് തോന്നിയത്. എഡിറ്റിംഗ്, സിനിമറ്റോഗ്രാഫി ഒക്കെ വളരെ ശരാശരി നിലവാരം പോലും ഉയർത്താത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതൊരു ത്രില്ലർ സിനിമയാകുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള ഒരു ഇത് വേണമല്ലോ, അതൊന്നും ഇതിലെനിക്ക് തോന്നിയില്ല. അതേപോലെ തന്നെ സ്ക്രിപ്റ്റ് ബൈ ബോബി സഞ്ജയ്. മെയിൻ കാരണം ഈ സിനിമ കാണാൻ ബോബി സഞ്ജയ് ആണ്. മുംബൈ പോലീസ് പോലത്തുള്ള സിനിമകൾ എഴുതിയ ബോബി സഞ്ജയ് പുതിയൊരു കഥയുമായിട്ട് വരുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ അറിയാനുള്ള കൊതി കൊണ്ടാണ് സിനിമയ്ക്ക് പോയത്. പക്ഷേ സ്ക്രിപ്റ്റ് സെക്കൻഡ് ഹാഫിലൊക്കെ വന്നിട്ട് സ്ക്രിപ്റ്റ് റൈറ്ററിനെ മടുത്തിട്ട് എണീറ്റ് പോയതുപോലെയൊക്കെയാണ് തോന്നിയത്. ഒരുപാട് ലൂപ്പ് ഹോൾസും ലോജിക്കൽ മിസ്റ്റേക്സും അങ്ങനെ ഒരുപാട് ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളുള്ള ഒരു സിനിമയായിട്ട് ഒതുങ്ങിപ്പോയി. നിവിൻ പോളിയുടെ ആവശ്യം എന്തായിരുന്നു എന്ന് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടേണ്ട ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയത്.